സോണൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ള ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ ആളുകളെ മറ്റാശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ടോ താലൂക്ക് ആശുപത്രിയിൽ നിന്ന്? തീർച്ചയായിട്ടും ഈ പരിക്കേറ്റ ആളുകളെ ഈ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പ്രധാനമായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വിദഗ്ധ ചികിത്സ, അതായത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താൻ വേണ്ടി കോട്ടക്കൽ മിംസ് ആശുപത്രിയിലേക്ക് അവരെ മാറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA ഉൾപ്പെടെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മരണപ്പെട്ട കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയുടെ മൃതദേഹം അത് താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പുരോഗമിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. വൈഷ്ണവ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അവരെ ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തുന്ന മുറയ്ക്ക് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം MLA ഉൾപ്പെടെ പറഞ്ഞ് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സഹോദരനും വാഹനത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ്. ഏത് ആശുപത്രിയിലാണുള്ളത്? അദ്ദേഹം ഉൾപ്പെടെയുള്ളത് ഇവിടെ, അതായത് കുറ്റിപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തൊട്ടു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഈ യാത്രക്കാരുമായൊക്കെ സംസാരിച്ചിരുന്നു, ഈ പരിക്കേറ്റ ആളുകളുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ ബസ് അമിത വേഗത്തിലായിരുന്നു വന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് ആ പരിക്കേറ്റ് കഴിയുന്ന ആളുകളും ഇവരോടൊക്കെ, ജനപ്രതിനിധികളോടൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ അത് തന്നെയാണ് അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ആദ്യഘട്ടത്തിൽ, അതായത് റൈറ്റ് സൈഡിലെ ട്രാക്കിലൂടെ വരുന്ന ബസ് ആ റൈറ്റ് സൈഡിലുള്ള ഡിവൈഡറിൽ ആദ്യം ഇടിക്കുന്നു. പിന്നീട് നിയന്ത്രണം തെറ്റി ലെഫ്റ്റ് സൈഡിലെ ഡിവൈഡറിൽ ഇടിച്ച് മറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ബസ് പൂർണ്ണമായി തകർന്ന സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ്. അപകടം നടന്ന സമയത്ത് തന്നെ മറ്റ് യാത്രക്കാർ, അതായത് ഈ ദേശീയപാതയിലൂടെ പോകുന്ന മറ്റ് യാത്രക്കാരും ഈ നാട്ടുകാരും ചേർന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് തിരൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നെല്ലാം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടൻ തന്നെ എത്തിക്കൊണ്ട് ഈ ബസ് പൊളിച്ച് അതിനുള്ളിൽ നിന്ന് ആളുകളെ എടുത്തു. പക്ഷേ അതിലൊരാൾ അപ്പോഴും കുടുങ്ങിക്കിടക്കുക സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി അവരുടെ കട്ടർ ഉപയോഗിച്ച് ആ ബസ് തകർത്താണ് അതിനുള്ളിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്ന, ആ അവസാനത്തെ വ്യക്തിയെ കൂടി പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ശ്വാസം എടുക്കുന്നത് സംബന്ധിച്ചൊക്കെ അല്പം പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എടുത്ത് വെള്ളം നൽകി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളൊക്കെ തന്നെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ചികിത്സ ആവശ്യമുള്ളവർക്ക് വേണ്ട ചികിത്സ ഉറപ്പുവരുത്താൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു മരണം എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ആശുപത്രിയിൽ നിന്ന് നമ്മളെ തേടി എത്തിയത്. ആ കുടുംബത്തിനെ വിവരം അറിയിച്ചിരുന്നു. അവരുടെ സഹോദരനും കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. ആ സഹോദരനും ഇപ്പോൾ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയിൽ ഭേദപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വിദഗ്ധമായിട്ടുള്ള ചികിത്സ ആവശ്യമുള്ളവർക്ക് അവരെ കോട്ടക്കലിലെ മിംസ് ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ ഒരുക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഉൾപ്പെടെയുള്ള അധികാരികൾ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മാധു, സോണലി, പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത ആദ്യമായിട്ടല്ല ഇപ്പോൾ ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. അത് കൂടുതൽ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടല്ല. ഇപ്പം നേരത്തെ VSDO അടക്കം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡസനിലേറെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാധു, നമ്മൾ തന്നെ ഈ പ്രദേശത്തുണ്ടായ നിരവധി അപകടങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നും നമ്മൾ പറഞ്ഞത് ഇതൊരു സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്നപ്പോൾ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഇതൊരു അപകട മേഖലയാണ്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് വലിയ അപകടങ്ങൾ നടന്നിട്ടുണ്ട്, മരണം വരെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളും ആവർത്തിച്ച് പറഞ്ഞതാണ്. ആ ഘട്ടത്തിലൊക്കെ ഈ പ്രദേശവാസികളും ഇവിടുത്തെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ദേശീയപാത അതോറിറ്റിക്കും മറ്റും ഈ വിഷയത്തിൽ നിരവധി തവണ പരാതി നൽകിയിരുന്നു. പക്ഷേ അത് സ്വീകരിക്കാനോ ആ പരാതികൾ കണക്കിലെടുത്ത് ഇവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഇവിടുത്തെ ഘടന തിരുത്താനോ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഒരുപക്ഷെ അന്ന് അതിന് തയ്യാറാവുകയായിരുന്നെങ്കിൽ ഈ അപകടങ്ങളൊക്കെ ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ഈ സമയത്തും പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതിനു മുൻപ് 2 ദിവസം മുൻപാണ് ഒരു വേഗനാർ കാർ, ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന വേഗനാർ കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ആ കാറിന്റെ പുറത്തേക്കാണ് ഈ ബസ് വന്ന് മറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യഘട്ട ദൃശ്യങ്ങളിലൊക്കെ തന്നെ ആ കാറ് കണ്ടിരുന്നു.
കണ്ടിരുന്നു. അതാണ് ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന അപകടം. അതിന് തൊട്ട് മുൻപ് ഇവിടെ മറ്റൊരു ബൈക്ക് അപകടം ഉണ്ടായിരുന്നു. അതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ലോറി അപകടത്തിൽപ്പെട്ട് ഏകദേശം 10 വാഹനങ്ങൾ ഒരേ സമയത്ത് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കെല്ലാം വ്യക്തമാണ് ആ ബസ് ഇവിടെ നിന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പോലീസും മറ്റു ഉദ്യോഗസ്ഥരും RTO ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. ചോരപ്പാടുകളാണ് നിറയെ നമുക്ക് ആ ബസ്സിന്റെ തകർന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. സങ്കടത്തോടെ അല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. എന്തായാലും ആശ്വാസം എന്ന് പറയുന്നത് അപകട സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപകടം പറ്റിയവർ വിവിധ സ്വകാര്യ ആശുപത്രികളായി ചികിത്സയിൽ തുടരുകയാണ്.